ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഉണക്കമുന്തിരിയും തേങ്ങയും ചേർത്തുകൊണ്ടൊരു വളരെ രുചികരമായൊരു കേക്കാണ്. 40 ഗ്രാം ഉണക്കമുന്തിരി കഴുകി വൃത്തിയാക്കി എടുക്കണം. തേങ്ങ അതേ അളവിൽ തന്നെ എടുക്കണം. നമുക്ക് ഇവയൊന്ന് മിക്സിയിലിട്ട് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. തീരെ അരയാൻ പാടില്ല, ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. 150 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. മുട്ട 1 എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുത്തിട്ടുള്ളത് ഒരു 120 ഗ്രാം ആണ്. 4 ഏലക്കായ്, 1 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പാലൊരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് മിക്സിയിലോട്ട് പഞ്ചസാരയും ഏലക്കായും ഗ്രാമ്പും ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാര പൊടിച്ചതിൽ നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 3 സ്പൂൺ നെയ്യ് ഉരുക്കിയതാണ്. അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒന്നുകൂടി നന്നായിട്ട് അടിച്ച ശേഷം മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. കുറച്ചായിട്ട് മൈദ തട്ടി കലക്കിയെടുക്കണം. ഒരു നുള്ളു കണക്കാക്കി ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പീഡൊന്നും കൂട്ടാതെ വളരെ മെല്ലെ തന്നെ നമുക്ക് മാവ് കലക്കിയെടുക്കാം. മാവ് കട്ട കെട്ടാതെ കലക്കിയെടുക്കണം. മാവെല്ലാം ഇപ്പം റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചായി ഇട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. മാവ് ഓവറായിട്ട് നമുക്ക് ചുറ്റേണ്ട ആവശ്യമില്ല. ഇത് വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാർ ചെയ്ത് എടുക്കാവുന്ന കേക്കാണിത്. ഇഡ്ഡലി കുക്കറിലിട്ടാണ് ഞാനിപ്പോൾ കേക്ക് തയ്യാർ ചെയ്യാൻ പോകുന്നത്. ലോ ഫ്ലെയിമിലിട്ട ശേഷം ഒരു 45 മിനിറ്റ്സ് നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. ബാറ്ററെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. മാവ് മുഴുക്കി ഒഴിച്ച ശേഷം നമുക്ക് പാത്രം ചെറുതായിട്ടൊന്ന് തട്ടി അതിലെ ബബിൾസൊക്കെ ഒന്ന് പുറത്തേക്ക് കളയണം. 45 മിനിറ്റ്സ് വേവിച്ച ശേഷം എടുത്ത് നോക്കാം. കേക്കെല്ലാം ഇപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ സ്പോഞ്ചായിട്ടുള്ളൊരു കേക്കാണിത്. തണുത്തതിന് ശേഷം മാത്രമേ മുറിക്കാവൂ. നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണിത്. കേക്കെല്ലാം ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക.